ഹലോ എവ്രി വൺ. നമ്മൾ ജെയ് മെയിൻ്റെ ഡിസ്കഷനിൽ രണ്ട് പേപ്പർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 7th മോർണിംഗും 7th ഈവനിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി 8th മോർണിംഗിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 8th മോർണിംഗ് പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഡേഡ് പെയർസ് mu and delta the system of linear equations x plus 2y plus 3z is equal to 1, 3x plus 4y plus 5z is equal to mu, 4x plus 4y plus 4z is equal to delta is inconsistent. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാല് എങ്ങനെയായിരിക്കും അത്? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇൻകൺസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്? സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് 3 പ്ലെയിനും കൂടി ഒരൊറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് പല പോസിബിലിറ്റീസ് ഉണ്ടാവാം. പല പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 പ്ലെയിൻസ് പാരലൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ 2 എണ്ണം കോയിൻസ് രണ്ടും വേറെ തന്നെ അതിന് പാരലല്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്തു, അപ്പൊ ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ വന്നു. മൂന്നാമത്തെ പ്ലെയിൻ എന്താണ്? വേറെ എവിടെയൊക്കെ ഇവിടെ പോകുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്. ഓക്കെ, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോസിബിലിറ്റീസ്? 3 പ്ലെയിനും കോയിൻസിഡന്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ 2 പ്ലെയിൻ കോയിൻസിഡന്റ് ആയി എന്നിട്ട് മൂന്നാമത്തെ പ്ലെയിൻ അതിനെന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു, അപ്പൊ ഒരു ലൈന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വേറെ പോസിബിലിറ്റി എന്താ? 2 പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്തു, അപ്പൊ ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടാവും. മൂന്നാമത്തെ പ്ലെയിൻ എന്താണ്? ഈ ലൈൻ, ആദ്യത്തെ 2 പ്ലെയിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ മൂന്നാമത്തെ പ്ലെയിനിലായിരിക്കും. ഓക്കെ, അതായിരിക്കും ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്തു, ഇനി എന്താണ്? ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ പിന്നെന്താണ്? മൂന്നാമത്തെ പ്ലെയിനും കൂടി ഒരൊറ്റ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടാവും. അതാണ് യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എനിവേ, അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഇതെന്താണ്? ഈ കോഎഫിഷ്യൻസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഈ പ്ലെയിനുകൾ എന്തല്ല? പാരലലോ കോയിൻസിഡന്റോ അല്ല. നോട്ട് പാരലൽ, നോട്ട് കോയിൻസിഡന്റ്. ഇത് മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഏത് 2 പെയർ എടുത്തു നോക്കിയാലും അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് അതിലെ കാര്യം. അപ്പൊ ആദ്യത്തെ 2 പെയർ എടുത്താൽ അത് ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, പിന്നത്തെ 2 എടുത്താൽ എന്താണ്? ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആവണമെന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 2ന്റെയും ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ മൂന്നാമത്തെ പ്ലെയിനിൽ ഉണ്ടാവരുത്. അതാണ് ഇതിലെ ഐഡിയ. സിമ്പിൾ. ഓഫ് കോഴ്സ് നമുക്ക് ഡെൽറ്റ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെൽറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം ഇൻകൺസിസ്റ്റന്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡെൽറ്റ 0 ആവാണ്ട് നിവൃത്തിയില്ല. ഡെൽറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, വേണേ കണ്ടുപിടിച്ചോ. ഡെൽറ്റ വരാൻ പോണ എന്തായിരിക്കും? 1 2 3 3 4 5 4 4 4. ഒന്ന് കണ്ടുപിടിച്ചേ. ഡെൽറ്റ വാല്യൂ എന്താണെന്നൊന്ന് പറഞ്ഞേ. ഡെൽറ്റ വാല്യൂ simplify ചെയ്യാം. This is 1 into 16 minus 20 minus 2 into 12 minus 20 plus 3 into 12 minus 16. So this is minus 4 പിന്നെ plus 16 minus 12. The answer is 0. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 0. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് പാരലലോ കോയിൻസിഡന്റ് ഒന്നല്ല. സീൻ എന്താണ്? 2 പ്ലെയിൻ, ആദ്യത്തെ 2 പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഏത് 2 പാരകൾ പ്ലെയിൻസ് എടുത്താലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. അപ്പൊ നമ്മളെ കണ്ടീഷൻ ഇങ്ങനെയാണ്: 2 പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നു. സപ്പോസ് ആദ്യത്തെ 2 എടുത്തു, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്തു. ആ ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്ന ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ ആയിരിക്കണം എന്ത്? മൂന്നാമത്തെ പ്ലെയിൻ പാസ് ചെയ്യേണ്ടത്. എങ്ങനെയാവണമെങ്കിൽ? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ. ഓക്കെ, അതൊക്കെ. അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ കൂടെ കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത്? മൂന്നാമത്തെ പ്ലെയിൻ പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പോഴാണ് യുണീക് സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ആദ്യത്തെ 2 പ്ലെയിൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടല്ലോ, ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ ആവരുത് എന്തുണ്ടാവേണ്ടത്? മൂന്നാമത്തെ പ്ലെയിൻ പാസ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ ഇനി ആ കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കിയൊക്കെ.
മാട്രിക്സോ ഡിറ്റർമിനന്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ പ്ലെയിനിന്റെ കോൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ച ജോമെട്രി മീനിങ് ഉപയോഗിച്ച മാത്രം കിട്ടുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഇവിടെ ഡെൽറ്റ സീറോ ആയതുകൊണ്ട് യൂണീക് സൊല്യൂഷൻ കേസ് ഇല്ല. രണ്ടേ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളൂ. എന്താണ് രണ്ടേ രണ്ട് പോസിബിലിറ്റീസ് ഏതൊക്കെയാ? രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്തു, മൂന്നാമത്തെ പ്ലെയിൻ. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളൂ. ഇനി എന്ത്? ഒന്നാമത്തെ കേസ് ടു പ്ലെയിൻസ് intersect in a line, and the third plane passes through this line of intersection. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? ആദ്യത്തെ രണ്ട് പ്ലെയിൻസും ടു പ്ലെയിൻസ് ഇന്റർസെക്ട് ഇൻ എ ലൈൻ ആൻഡ് എന്താണ്? തേർഡ് പ്ലെയിൻ ഡസ് നോട്ട് പാസ് ത്രൂ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഫൈൻ. അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കും കാര്യം? ഇത് സംഭവിക്കാണ്ടിരുന്നാൽ നമുക്ക് വേണ്ട കേസ് ഇതാണ്. എന്ത്? ഇത് സംഭവിക്കരുത്. കാരണം എന്താ? ഇൻകൺസിസ്റ്റന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സംഭവിക്കരുത്. എ എന്ന് പറഞ്ഞ സാധനം സംഭവിക്കരുത്. അതാണ് നമുക്ക് വേണ്ടത്, ഇൻകൺസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ രണ്ട് പ്ലെയിൻസ് ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് പ്ലെയിൻ അതിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം എന്താണ്? മൂന്നാമത്തെ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ലീനിയർ കോമ്പിനേഷൻ. രണ്ട് പ്ലെയിനുകൾ എടുത്താൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. അത് എന്തായിരിക്കും? ആ രണ്ട് പ്ലെയിനിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും. എന്താ പറഞ്ഞത്? കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ട് പ്ലെയിൻ എടുക്കാം. രണ്ട് പ്ലെയിൻ എടുത്തിട്ട് രണ്ട് പ്ലെയിനിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ലീനിയർ കോമ്പിനേഷൻ എടുത്ത് കിട്ടുന്ന വേറൊരു പ്ലെയിന്റെ ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് വിൽ ബി എ പ്ലെയിൻ പാസിംഗ് ത്രൂ ബോത്ത് ദ പ്ലെയിൻസ്, അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു പ്ലെയിൻസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മുടെ കയ്യിൽ ഉള്ള രണ്ട് പ്ലെയിനുകൾ x plus 2y plus 3z minus 1 equal to 0. മറ്റേത് എന്താണ്? 3x plus 4y plus 5z minus mu is equal to 0. മൂന്നാമത്തെ പ്ലെയിന് 4x plus 4y plus 4z minus delta is equal to 0. ഇനി ആ കണ്ടീഷൻ ഒന്ന് എഴുതിയ നിങ്ങൾ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താ? ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും മൂന്നാമത്തത്. അപ്പൊ എന്താണ്? k1 times x plus 2y plus 3z minus 1 plus k2 times 3x plus 4y plus 5z minus mu ആയിരിക്കും എന്ത്? 4x plus 4y plus 4z minus delta. ഇത് എന്തിന്റെ കണ്ടീഷനാണ്? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. ഇതല്ലാത്ത കേസാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൽറ്റയും മ്യൂ അല്ല നമുക്ക് എടുക്കേണ്ടത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഡെൽറ്റയും. അപ്പൊ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യന്റ് നമുക്ക് കമ്പയർ ചെയ്യാലോ. എക്സിന്റെയും വൈന്റെയും 4z തന്നെ എഴുതട്ടെ. എക്സിന്റെ കോഎഫിഷ്യന്റുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് k1 plus 3k2 is equal to 4. 2k1 plus 4k2 is equal to 4. അന്ന് വേഗം കിട്ടിയേ, വേഗം കണ്ടുപിടിച്ചേ. k1 k2 വാല്യൂസ് k1 plus 3k2 4, 2k1 plus 4k2 4.
K1 എന്താ K2 എന്താ? K1 എന്താ K2 എന്താ? K1 നമുക്ക് കിട്ടാൻ പോണത് K1 വാല്യൂ നമുക്ക് കിട്ടാൻ പോണത് -2ഉം K2 വാല്യൂ 2 അല്ലേ? ഓഫ് കോഴ്സ് സെഡിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്താൽ കിട്ടുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവട്ടോ. അതായത് 3K1 പ്ലസ് 5K2 3K1 പ്ലസ് 5K2 എന്തായിരിക്കണം? 4 ആയിരിക്കണം. അതും സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. -6 പ്ലസ് 10 ഫൈൻ, അത് ഓക്കെ. ഇനി നമ്മൾ കോൺസ്റ്റന്റ് കമ്പയർ ചെയ്യാം. കോൺസ്റ്റന്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടാണ്? -K1 -K2 ടൈംസ് മ്യൂ ഇസ് ഈക്വൽ ടു -delta. അപ്പൊ 2 - 2 മ്യൂ -delta, സോറി 2 - 2 മ്യൂ 2 - 2 മ്യൂ ഇസ് ഈക്വൽ ടു -delta. അഥവാ 2 മ്യൂ -delta എന്താവണം? 2 ആവണം ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. അപ്പൊ 2 മ്യൂ -delta നോട്ട് ഈക്വൽ ടു 2 ആണ് എന്ത്? നോ സൊല്യൂഷന്റെ കേസ്. 2 മ്യൂ -delta നോട്ട് ഈക്വൽ ടു 2 മ്യൂ -delta നോട്ട് ഈക്വൽ ടു. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. 2 മ്യൂ -delta 2 മ്യൂ -delta 2 മ്യൂ -delta ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് വേണ്ട കണ്ടീഷൻ എന്താ? 2 മ്യൂ -delta നോട്ട് ഈക്വൽ ടു 2. ആദ്യത്തെ എന്താണ്? പ്രശ്നമാണ് അല്ലേ? രണ്ടാമത്തതോ? അതും പ്രശ്നമാണ്. മൂന്നാമത്തതും പ്രശ്നമാണ്. നാലാമത്തത് എന്താണ്? 2 മ്യൂ -delta നോട്ട് ഈക്വൽ ടു 2 ആണ്. യെസ്, കറക്റ്റ്. ഇപ്പൊ ഡോഗ് ആണ് കറക്റ്റ് ആൻസർ. ഡോഗ് ആണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 കേസിലും എന്തായിരിക്കും? അതിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഇത് ചിന്തിക്കാമെങ്കിൽ പെട്ടെന്ന് എഴുതട്ടാ. 2 സ്റ്റെപ്പിൽ സംഭവം കിട്ടും. എന്താണ്? ഒബ്സർവ് ചെയ്യുക. പാരലൽ അല്ല, കോയിൻസ് രണ്ടും അല്ല. ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ ആണ്. പ്ലെയിനുകൾ 2 പെയർ വൈസ് ആയി എടുത്തു നോക്കി അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 2 ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടിയാണോ മൂന്നാമത്തെ പ്ലെയിൻ പാസ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. അപ്പൊ ആദ്യത്തെ 2 ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ മൂന്നാമത്തെ പാസ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്. അപ്പൊ അതല്ലാത്ത കേസ് ഓക്കെ, അതിന്റെ നെഗേഷൻ ആയിരിക്കും എന്ത്? നമുക്ക് നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ് കേസ് വരും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Let y is equal to y of x be a solution of the differential equation root over 1 minus x square dy by dx plus root over 1 minus y square equal to 0. 0 less than x less than 1. Y of half is equal to root 3 by 2. Then y of 1 by root 2 is equal to എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടാൽ ആദ്യം നോക്കേണ്ട എന്ത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ dy by dx is equal to minus root over 1 minus y square by root over 1 minus x square. വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy divided by root over 1 minus y square is equal to minus dx by root over 1 minus x square. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണത്? സൈൻ ഇൻവേഴ്സ് ഓഫ് y
മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി. ഇനി എന്താ തന്നിരിക്കുന്നത്? y ഓഫ് ഹാഫ് √3/2 എന്ന് തന്നിട്ടുണ്ട്. ദെൻ y ഓഫ് 1/√2. y ഓഫ് ഹാഫ് √3/2. അപ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y ഇസ് ഈക്വൽ ടു സി ആണ് സംഭവം. എക്സ് എന്താ പറയുന്നത്? എക്സ് ഹാഫ് ആകുമ്പോൾ y √3/2. സൈൻ ഇൻവേഴ്സ് ഓഫ് ഹാഫും √3/2. ഹാഫ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 ആണ് നമ്മുടെ സി. സി എന്താണെന്ന് കിട്ടി? π/2 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y ഇസ് ഈക്വൽ ടു π/2. ഇനി എക്സ് എന്താ വാല്യൂ? 1/√2 ആണ്. അപ്പൊ y വാല്യൂ എന്തായിരിക്കും? എക്സ് 1/√2 ആകുമ്പോൾ y വാല്യൂ എന്ത് തന്നെയായിരിക്കണം? 1/√2 ആയിരിക്കണം. എന്നാലാണ് സാറ്റിസ്ഫൈ. സോ 1/√2 is the answer. 1/√2 is the answer. Simple question, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. If A, B, C are the greatest values of 19 CP, 20 CQ and 21 CR respectively. A, B, C are the greatest values of 19 CP, 20 CQ and 21 CR respectively. ഒന്ന് വേഗം പറഞ്ഞേ. A:B:C റേഷ്യോ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ 19 CP എന്ന് പറയുന്നത് എന്താണ്? 19C0, 19C1, 19C2 അങ്ങനെ പോകുന്ന ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. 19C0, 19C1 അങ്ങനെ 19C19 വരെ പോകുന്ന സീക്വൻസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ഈ ബൈനോമിയൽ കോഎഫിഷ്യന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം എന്താണ്? ആദ്യം തുടങ്ങി ആദ്യത്തതും ലാസ്റ്റത്തതും സെയിം ആണ്. സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും സെയിം ആണ്. നടുവിലെത്തുമ്പോഴാണ് ഇത് ഏറ്റവും വലിയ വാല്യൂ എടുക്കുന്നുണ്ടാവുക. അഥവാ 19C9 അല്ലെങ്കിൽ 19C10 രണ്ടും സെയിം ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ സാധനം 19C9 ആണെന്ന് മനസ്സിലായി. ബിയോ ബി ഇതേ കോൺസെപ്റ്റ് തന്നെ. 20C0, 20C1 അങ്ങനെ പോയി 20C10 ആണ് മാക്സിമം വരിക. സി എന്തായിരിക്കും? 21 ആകുമ്പോൾ എന്താണ്? 21C0, 21C1 അങ്ങനെ പോയി 21C10 അല്ലെങ്കിൽ 21C11 രണ്ടും സെയിം ആണ്. 21C10 ABC കിട്ടി. ഇനിയൊന്നുമില്ല. A/B റേഷ്യോ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ സാധനം നമുക്കറിയാം. ഈ റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഏത് റിസൾട്ട്? NCR എന്ന് പറഞ്ഞ സാധനം N/R ഇൻറ്റു N-1CR-1. ഇത് ഉപയോഗിച്ചാല് ഇതിനെ പെട്ടെന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 20/10 ഇൻറ്റു 20/10 ഇൻറ്റു 19C9 എന്ന് എഴുതാം. ഈ സാധനം എന്താണ്? 21/11 എഴുതാം കേട്ടോ. നമുക്ക് 21/11. ഈ സാധനത്തിന് നമുക്ക് എന്ത് എഴുതാം? 21/11 ഇൻറ്റു 20C10 എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 21/11 ഇൻറ്റു 20/10 ഇൻറ്റു 19C10. 19C9 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. ഏത്? NCR = N/R ഇൻറ്റു N-1CR-1. ഇനി A:B:C എല്ലാത്തിലും ഇതാണ് കോമൺ ഫാക്ടർ.
A:B:C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1:20/10:21/11 ഇൻറ്റു സോറി ഇവിടെ 20/10 ആണ് കേട്ടോ. 21/10 ഇൻറ്റു 20/10. അഥവാ 1:2 ഇവിടെ എന്താ വരാൻ പോണത് 42/11. അപ്പൊ ആൻസർ ഏതാണ്? 11:22:42. A:B:C ഇവിടെ എഴുതി വെച്ചിരിക്കണേ. A:B:C 11:22:42. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടോട്ടോളജി? എപ്പോഴും ട്രൂ ആവണ സാധനം ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടോട്ടോളജി? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നും എടുത്തിട്ട് ട്രൂത്ത് ടേബിളൊക്കെ വരച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ ട്രൂത്ത് ടേബിൾ ഇങ്ങനത്തെ ഓപ്ഷനുകളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ട്രൂത്ത് ടേബിൾ മെത്തേഡ് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. പകരം പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ ആൾജിബ്ര, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക്കിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ആൾജിബ്ര ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം നമുക്ക്. P → Q എന്ന് പറയുന്ന സാധനം ഈസ് ഈക്വൽ ടു നെഗേഷൻ P or Q ആണ്. നെഗേഷൻ P or Q ആണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു. P and നെഗേഷൻ P or Q. ഇത് ഇംപ്ലൈസ് Q എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഇംപ്ലൈസ് Q. അപ്പൊ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. P and നെഗേഷൻ P or P and Q implies Q. Okay. P and negation P എന്ന് പറഞ്ഞാൽ എന്താ സാധനം? P and negation P. അത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോലെ. അപ്പൊ ദിസ് ഇസ് C or P and Q implies Q. ഇവിടെ താഴെ തന്നെ ഞാൻ എഴുതാം. ഇനി C or P and Q എന്ന് പറയുമ്പോൾ എന്താ സാധനം? P and Q ആണ്. P and Q implies Q. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് എന്താണ്? ഇത് P implies Q പോലെയാണ്. ഇപ്പൊ നെഗേഷൻ P or Q. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇവിടെ ഡിമോർഗൻസ് ലോ ഉപയോഗിക്കുക. ഡിമോർഗൻസ് ലോ ഉപയോഗിക്കുമ്പോൾ എന്താണ്? നെഗേഷൻ P or നെഗേഷൻ Q or Q. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നെഗേഷൻ P or നെഗേഷൻ Q or Q. നെഗേഷൻ Q or Q എന്ന് പറഞ്ഞ സാധനം എന്തായി? T ആയി, ടോട്ടോളജി ആയി. അപ്പൊ ദിസ് ബിക്കംസ് നെഗേഷൻ P or T. നെഗേഷൻ P or T എന്ന് പറയുന്നതാണ് T ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ ട്രൂത്ത് ടേബിൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ചെയ്തത് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കുക. മറ്റു ഓപ്ഷൻ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റു ഓപ്ഷൻ ഇതുപോലെ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഫൈൻ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ. F is a function defined from set of all real numbers to set of all real numbers such that for all x belongs to R, 2 raised to 1 plus x plus 2 raised to 1 minus x, fx and 3 raised to x plus 3 raised to minus x are in AP. Then the minimum value of fx is. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം, 3 നമ്പേഴ്സ് എ പി ആണെങ്കിൽ നടുവിലത്തെ നമ്പർ ഫസ്റ്റത്തെ പ്ലസ് ലാസ്റ്റത്തെ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 raised to 1 plus x plus 2 raised to 1 minus x plus 3 raised to x plus 3 raised to minus x whole divided by 2. ഓക്കെ, അപ്പൊ ഈ സംഭവം ഇതിങ്ങനെ മാറി. ആദ്യത്തെ സംഭവം 2 into 2 raised to x plus 2 raised to minus x. അടുത്തത് 3 raised to x plus 3 raised to minus x whole divided by 2. അപ്പോൾ സംഭവം എന്താ, 2 raised to x plus 2 raised to minus x plus half of 3 raised to x plus 3 raised to minus x. ഇനി ഫംഗ്ഷന്റെ എന്താ ചോദിച്ചിരിക്കുന്നവര്, മിനിമം വാല്യൂ. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ. അപ്പോൾ ഓഫ് കോഴ്സ് കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ഇത് എന്താണ്, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആവേ ഉള്ളൂ. ട്രിക്ക് എന്താന്ന് പറഞ്ഞുതരാം. കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ട, ട്രിക്ക് എന്താന്ന് പറയാം. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ സാധനം, ദി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, എ റൈസ് ടു എക്സ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എ റൈസ് ടു എക്സ് എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇറ്റ് ബി എ പോസിറ്റീവ് നമ്പർ ഓൾവേസ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് നമ്പർ പ്ലസ് ഇറ്റ്സ് റെസിപ്രോക്കൽ എടുത്താൽ എപ്പോഴും അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. A positive number plus its reciprocal will always be greater than or equal to 2. അഥവാ a raised to x plus a raised to minus x ഫോമിലുള്ള ഒരു നമ്പർ എടുത്താൽ എപ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, ഇതറിയണം. ഓക്കെ, ഇതറിയണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ എഫ് എക്സ് ഇങ്ങനെയാണ്. നമ്മുടെ എഫ് എക്സ് ഇങ്ങനെയാണ്. നമ്മുടെ എഫ് എക്സ് 2 raised to x plus 2 raised to minus x plus half of 3 raised to x plus 3 raised to minus x. മനസ്സിലാക്കേണ്ട സംഗതി ഞാൻ പറഞ്ഞല്ലോ, a raised to x plus a raised to minus x എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ മിനിമം വാല്യൂ ഓഫ് a raised to x plus a raised to minus x is always 2 and this happens at x is equal to എപ്പോ 2 1 1 ആവുമ്പോൾ x is equal to 0. Minimum value of a raised to x plus a raised to minus x is 2 and this happens at x is equal to 0. ഇതാണ് ഇതിൽ അറിയേണ്ട കാര്യം. Minimum value of a raised to x plus a raised to minus x is 2 and this happens at x is equal to 0. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. ഇതിന്റെ മിനിമം വാല്യൂ അറ്റ് x is equal to 0, at x is equal to 0, ഇതിന്റെ മിനിമം വാല്യൂ പോസിറ്റീവ് നമ്പർ പ്ലസ് ഇറ്റ്സ് റെസിപ്രോക്കൽ, മിനിമം വാല്യൂ 2. ആൻഡ് ഇതിന്റെ മിനിമം വാല്യൂ അറ്റ് x is equal to 0, ഇതിന്റെ മിനിമം വാല്യൂ എന്താണ്, ഹാഫ് ഓഫ് 2 അഥവാ 1. മിനിമം വാല്യൂ 1. അപ്പൊ മൊത്തത്തിൽ ഈ എക്സ്പ്രഷന്റെ മിനിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ്, 3. മൊത്തത്തിൽ ഈ എക്സ്പ്രഷന്റെ മിനിമം വാല്യൂ എന്താണ്, 3. ഇപ്പൊ കാൽക്കുലസ് ഉപയോഗിക്കാണ്ട് കഴിച്ചിലായി. 3 ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാന് മിനിമം ഓഫ് എഫ് എക്സ് പ്ലസ് ജി എക്സ് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. മിനിമം ഓഫ് എഫ് എക്സ് പ്ലസ് മിനിമം ഓഫ് ജി എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇൻ ജനറൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കിയാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, സൈൻ എക്സിന്റെ മിനിമം വാല്യൂ -1 ആണ്. കോസ് എക്സിന്റെ മിനിമം വാല്യൂ എന്താ, -1 ആണ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ മിനിമം വാല്യൂ -2 അല്ല. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ മിനിമം വാല്യൂ -2 അല്ല. ഇവിടെ പക്ഷെ എന്താ എഴുതാൻ പറ്റണ കാരണം, ഇവിടെ എന്താ അങ്ങനെ എഴുതാൻ പറ്റണ കാരണം, ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനും ഒരേ ട്രെൻഡ് ഉള്ളതാ. എന്ന് വെച്ചാൽ ഇതിന്റെ മിനിമം x is equal to 0 ഇതിന്റെ മിനിമം എന്താണ്, x is equal to 0. ഓക്കെ, അതുകൊണ്ട് എന്താണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് x is equal to 0 ഇതിന്റെ മിനിമം, x is equal to 0 ഇതിന്റെ മിനിമം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ sin x is equal to -1 ആവണത് എപ്പോഴാണ്, x is equal to -π/2
ഇവിടെ കോസ് എക്സ് ഇസിക്വൾ -1 ആവുന്നത് എക്സ് ഇസിക്വൾ പൈയിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മിനിമം വാല്യൂ -2 എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഏതാ ചെയ്തത്? 5 അല്ലെ? 6ാമത്തെ ചോദ്യം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ 2 പേപ്പർ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 വീഡിയോ കണ്ട് എടുത്തിട്ടുണ്ട് 2 പേപ്പർ ചെയ്യാൻ. ഇനി മുതൽ നമ്മൾ സ്പീഡിൽ ചെയ്തു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി 2 റൗണ്ട് ടോപ്പിക്കുകളൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? 6 ഒന്ന് ട്രൈ ചെയ്തേ. The locus of a point which divides a line segment joining 0, -1 and a point on the parabola x square is equal to 4y internally in the ratio 1:2 is. Locus of a point which divides a line segment joining 0, -1 and a point on the parabola x square is equal to 4y. ഒന്ന് ട്രൈ ചെയ്തേ. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തില്ലേ? വീഡിയോ ഏത് ഫോൾഡറിലാണ് ഉള്ളത്? ഓക്കെ, ശരി. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യാം. x square is equal to 4y എന്ന് പറഞ്ഞ പാരാബോള ഓപ്പണിംഗ് അപ്വേർഡ്സ് ആണ്. Locus of a point which divides a line segment joining point 0, -1. 0, -1. ഇവിടെ 0, -1 ഉണ്ട്. പിന്നെന്താണ്? a point on the parabola. ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റുകളൊക്കെ എടുക്കുക. ആ പോയിന്റുകളുടെ കളക്ഷൻ എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് അല്ല, ഡിവൈഡ്സ് ഇന്റേണലി ഇൻ ദ റേഷ്യോ 1:2. ഇപ്പൊ ഞാൻ ഫിഗർ തന്നെ വരച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ പാരാബോള അതേ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാരാബോള. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 4y. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y. തന്നിരിക്കുന്ന പോയിന്റ് a 0, -1 എടുത്തു. a 0, -1 എടുത്തു. ഇനി
എനി പോയിന്റ് ഓൺ ദ പരാബോള നമ്മൾ പാരാമെട്രിക് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പോണത്. എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4y എന്ന് പറഞ്ഞ പരാബോളയിലെ എനി പോയിന്റ് വിൽ ബി ഓഫ് ദ ഫോം 2t, t സ്ക്വയർ. അറിയണം ഇത് 2t, t സ്ക്വയർ ഫോമിൽ എടുക്കാം. എനി പോയിന്റ് ഓൺ ദ പരാബോള ക്യാൻ ബി ടേക്കൺ ഇൻ ദ ഫോം 2t, t സ്ക്വയർ. 2t, t സ്ക്വയർ. അപ്പൊ നോക്കി എ ഉണ്ട്, പി ഉണ്ട്. എയിനെയും പിയിനെയും 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന എൽ എച്ച് കെ, ഇതാണ് നമ്മുടെ ലോക്കസ് പോയിന്റ്. 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്, ഇതാണ് സീൻ. അപ്പൊ അതിന്റെ ലോക്കസ് എന്തായിരിക്കും എന്നാണ് പറയണത്. ഓപ്ഷൻ നോക്കിയപ്പോൾ ലോക്കസുകളൊക്കെ പരാബോളകളാണ്. ലോക്കസ് പാസ് ചെയ്യുന്നത് ഒരു പരാബോളയാണ്. ലോക്കസ് കിട്ടിയതിന് ശേഷമാണ് ഞാനത് വരച്ചിരിക്കുന്നത്, ആ ലോക്കസ് ഡോട്ടഡ് ലൈൻ ആയിട്ട്. എനിവേ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ എ എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. ആ ഫിക്സ്ഡ് പോയിന്റ് ഏതാണ്? 0, -1 ആണ്. ആൻഡ് പിന്നെന്താ നമ്മുടെ കയ്യിലുള്ളത്? പി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ പോയിന്റ് ഉണ്ട്. അത് 2t, t സ്ക്വയർ ആണ്. ലോക്കസ് കണ്ടുപിടിക്കേണ്ട എൽ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ എൽ എച്ച് കെ ആണ്. എല്ലിന്റെ സീൻ എന്താ? ഇതിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്ന ആ പോയിന്റ് ആണ് എന്ത്? എൽ. അപ്പൊ എല്ലിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. എച്ച് കെ 2:1 അല്ലല്ലോ, സോറി 1:2. 1:2 ട്ടാ, സോറി 1:2 റേഷ്യോ. അപ്പൊ h is equal to 2t by 3. k is equal to t square minus 2 by 3. അപ്പൊ ഇതിൽ നിന്ന് ടീനെ എലിമിനേറ്റ് ചെയ്യുക. ടി സ്ക്വയർ ഇക്വേറ്റ് ചെയ്താൽ മതി. ടി സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 3k plus 2 ആണ് 3h by 2 the whole square. 3k plus 2 ആണ് 3h by 2 the whole square. അപ്പോൾ 4 into 3y plus 2 is equal to 9x square. 9x square minus 12y is equal to 8. 9x square minus 12y is equal to 8 is the locus. 9x square minus 12y is equal to 8. A is the answer. ഇനി അതിൻ്റെ ഒരു സിമുലേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ജിയോജിബ്രയിൽ ചെയ്ത സിമുലേഷൻ കാണിച്ചു തരാം. നോക്കി ശ്രദ്ധിച്ചോ. എ എന്ന് പറഞ്ഞ ഫിക്സ്ഡ് പോയിന്റ് എടുത്തിരിക്കുക. പി എന്ന് പറഞ്ഞൊരു വേരിയബിൾ പോയിന്റ് ഉണ്ട്. പാരാബോളയിലെ പല പല പോയിന്റുകൾ എടുക്കുമ്പോൾ പാരാബോളയിൽ പല പല പോയിന്റുകൾ എടുക്കുന്നു. എന്നിട്ട് എന്താണ്? 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. 1:2 റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ലോക്കസ് പോയിന്റുകൾ ഉള്ളത് വേറൊരു പാരാബോളയിലാണ്. കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് ചിന്തിക്കട്ടെ. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരം ഇങ്ങനത്തെ പാരാബോളയുടെ ലോക്കസ് പ്രോബ്ലങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എന്താ പറയാ, ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ പാരാമെട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. വേറെ പ്രശ്നമൊന്നും അതിൽ ഉണ്ടാവാറില്ല. വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ കൂടി ചെയ്യാം. എങ്ങനെയാ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം.
ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാല് ജനറൽ പോയിന്റ് എടുക്കണതിന് വരെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഇത് A0,-1 അല്ലേ, പാരാബോളയിൽ ഒരു പോയിന്റ് ആയിട്ട് പി ഏതെടുക്കുക, 0,0 എടുക്കുക, 0,0 എടുക്കുക, L 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്, 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ചെക്ക് ചെയ്യാം, അപ്പൊ L കിട്ടും. എന്നിട്ട് ഓപ്ഷൻ വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ ഒന്നിൽ കൂടുതൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, P00 പകരം വേറൊരു പോയിന്റ് എടുക്കുക, സിമ്പിൾ ആയിട്ടുള്ള വേറൊരു പോയിന്റ്, സേ ഫോർ എക്സാമ്പിൾ 2,1 എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, then see you.